ജനശബ്ദം ഇന്ന് എത്തിയിരിക്കുന്നത് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലാണ്. നല്ല വീറും വാശിയുമുള്ള പ്രചരണ രംഗമാണ് മൂന്ന് മുന്നണിയും ഈ മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം വരുമ്പോൾ ആർക്കൊപ്പം നിൽക്കുമെന്നത് നിർണായകമാണ്. അപ്പോൾ ഇനി നീട്ടുന്നില്ല, ജനശബ്ദവുമായി മുന്നോട്ട് സഞ്ചരിക്കാം. മൂന്ന് മുന്നേറി ഒപ്പത്തിനൊപ്പം നിൽക്കുന്നവരിതാണ്, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ പറയാൻ പറ്റില്ല, ഇലക്ഷന് കഴിയുന്നതുകൊണ്ട് പറയാൻ പറ്റില്ല. അതായത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം മാറുന്നു, അതായത് മൂന്ന് മുന്നണികളും സ്ട്രോങ് എന്നാണ് ചേട്ടൻ പറയുന്നത്. ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് എന്ത് സ്ട്രോങ്, എല്ലാവരും ഒന്നിക്കും വെച്ചല്ല. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ ആർക്കായിരിക്കും ഒരു പക്ഷെ ഒരു മുൻഗണന അല്ലെങ്കിൽ ഒരു ജനം കൂടുതലായിട്ട്? ഇതിന്റെ ഒന്നും പറയാറില്ല, ആർക്കും പറയാൻ പറ്റില്ല. അത് ബിന്ദു ടീച്ചർ ആവാനാ സാധ്യത. മുൻതൂക്കം ബിന്ദു ടീച്ചർക്ക്. എന്താ പറയാ, ജനങ്ങളുടെ മനസ്സ് ഇതല്ലേ, ജനങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കണേ. പൊതുവെ ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒരു ട്രെൻഡ് കാണാനൊന്നുമില്ല. അപ്പോൾ പൊതുവെ നല്ല ജനങ്ങൾക്ക് ആരാണോ ഇഷ്ടപ്പെട്ടെച്ചാൽ അവർ ജയിക്കുക എന്നുള്ളൊരു ഇതാണല്ലോ ശരിക്കും വേണ്ടത്. പക്ഷെ ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല, ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ആൾക്കാർ ജയിക്കുക. വികസന പ്രവർത്തനമൊക്കെ എങ്ങനെയുണ്ട്? ഒരു കൊല്ലമായിട്ട് ഇപ്പോൾ ഡാണാവിൻ്റെ ഒക്കെ വികസനം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഡാണാവ് വികസിച്ചു, ആശുപത്രി, അതിൻ്റെ ഇപ്പോൾ വേറെ രാഷ്ട്രീയമൊന്നും പറയണില്ല. നമുക്ക് പൊതുവെ കാണുന്ന ഒരു കാര്യമുണ്ട്, ഇരിഞ്ഞാലക്കുടയിൽ കുറച്ച് മാറ്റങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അത് വോട്ടായിട്ട് മാറുമോ, അതല്ല ഇനി പഴയ ആൾ തിരിച്ചു വരുമോ. അപ്പോൾ BJPയുടെ കുറേ വോട്ടുകൾ കൂടുതൽ കിട്ടും. സ്ട്രോങ് ആണ് ആ മത്സരം, സ്ട്രോങ് ആണ്. പക്ഷെ പഴയ ഒരു ഇതൊന്നും കാണാനില്ല, പണ്ടത്തെ ഒരു വീറും വാശി ഇതൊന്നും പഴയ രാഷ്ട്രീയങ്ങളൊന്നും ആൾക്കാർക്കൊന്നും നേരില്ലല്ലോ ഒന്നിനും. ബന്ധുട്ടത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ മുന്നില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വരാനാണ് സാധ്യത. സ്ട്രോങ് ആണ്. ഒക്കെ കട്ടയ്ക്ക് ആർക്കായിരിക്കും ഒരു മുൻതൂക്കം? അങ്ങനെയുള്ള ഇതൊന്നും പറയാൻ പറ്റില്ല. ഒരു ത്രികോണ പോരാട്ടം എന്നൊക്കെ പറയാൻ പറ്റും. പിന്നെ എനിക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് വലിയ അഭിപ്രായവും കാര്യങ്ങളൊന്നും. വോട്ട് ചെയ്യാൻ പോകല്ലേ? വോട്ട് ചെയ്യും, അതിനൊന്നാമതേരം അതിൻ്റെ പിന്നെ നടക്കാൻ നേരമില്ല, ഒന്നുമില്ല. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കാറില്ല. വോട്ട് ചെയ്യാൻ പോകാറുണ്ട്, ചെറുപ്പത്തിൽ കുറേ രാഷ്ട്രീയത്തിൽ കിടന്ന് നടന്നിട്ടുമുണ്ട്. ഇപ്പോൾ അതിനൊന്നും താല്പര്യമില്ലാണ്ടായി. എന്നുവെച്ചാൽ എല്ലാവരും കള്ളന്മാരാ, ആരും വിശ്വസിക്കാൻ കൊള്ളില്ല. നമ്മളിപ്പോൾ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ട് അവരെ വേറെ ആരെങ്കിലും കാശ് കൊടുത്ത് മേടിക്കണേ അങ്ങോട്ട് പോയിരുന്നു. അപ്പോൾ വോട്ട് ചെയ്താൽ ഞങ്ങൾ വിഡ്ഢികളായി. ഇടതുപക്ഷമാണ് മുൻകൂട്ടി നിൽക്കുന്നത്. സ്ട്രോങ് ആണ്. മറ്റുള്ള രണ്ട് മുന്നണികളും കുഴപ്പമില്ല, മറ്റവരും UDF കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ചോളം ടീച്ചറായിരിക്കും സാധ്യതയുണ്ട്. സാധ്യത ഫുള്ള് സാധ്യത തന്നെ. ബിന്ദു കയറി വരാൻ സാധ്യതയുണ്ട്. ഇത് പാർട്ടികളും കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോണത്. അതായത് UDF ആയാലും മറ്റേ LDF ആയാലും. അത് കാരണം കട്ടയ്ക്ക് തന്നെ ഇപ്പം ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് പോകുന്നു. ആർക്കും അന്ന് സെപ്പറേറ്റ് ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച്. സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. രണ്ടുപേരും സ്ട്രോങ്. കാരണം മറ്റേ LDF സ്ഥാനാർത്ഥി ഇവിടുത്തെ നാട്ടുകാരിയാണ്. പുള്ളിക്കാരനാണെങ്കിൽ കുറേ കാലങ്ങളായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. രണ്ടുപേരുടെയും പ്രവർത്തനം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കാണ് മുൻഗണന എന്നുള്ള രീതിയിൽ പ്രചരണത്തിൽ നോക്കുമ്പോൾ ഉണ്ണിയാടൻ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിതൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാ. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് UDF വരണമെന്നാ. ബിന്ദു ടീച്ചർ നല്ല സ്ഥാനത്തൊക്കെയാണെന്ന് തോന്നുന്നു. ഇരിങ്ങാലക്കുട ചോന്ന് നിലവിലുള്ള അത് ചുവപ്പ് മാറ്റാനില്ലല്ലേ. ഞങ്ങൾക്കൂടെ മിക്കവാറും ഉണ്ണിയാടിനോടൊപ്പം നിൽക്കാൻ അറിയാം. അതിനുള്ളൊരു അനുകൂല ഘടകമാണോ ഇപ്പോൾ? ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്. ഉണ്ണിയാടൻ വരണം ഇവിടെ. ത്രികോണ മത്സരമാണ് ശരിക്കും തോന്നുന്നത്. ത്രികോണ മത്സരത്തിനാണ് സാധ്യതയുണ്ട്. BJP രംഗത്ത് വന്നപ്പോൾ അങ്ങോട്ട് മാറി ചിന്തിക്കുമോ ആളുകൾ? BJPക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ത്രികോണ മത്സരമാകുമ്പോൾ ചാൻസ് ഉണ്ട്, വോട്ട് ശതമാനം കൂടും. കൂടും. അനുകൂല ഘടകം ആർക്കാ വരുന്നത്? അത് പറയാൻ പറ്റില്ല. സ്ട്രോങ് ആണ്. മൂന്ന് കൂട്ടരും സ്ട്രോങ് തന്നെയാണ്. ശരിക്കും ത്രികോണ മത്സരം തന്നെ പറയാൻ പറ്റും. BJPക്ക് ഒരു സ്വാധീനം ഉണ്ടോ ഇരിങ്ങാലക്കുടയിൽ? എൻ്റെ അറിവിൽ ഉണ്ട്. ഇപ്പോൾ എല്ലാവരും അതിനോടാണ് ഇപ്പോൾ ഒരു ചായ്വായിട്ട് നിൽക്കുന്നത്. കാരണം മറ്റുള്ളവരുടെ പ്രവർത്തനം അത്രയും മോശമായതുകൊണ്ടാണ്. കേരളത്തിൽ മൊത്തത്തിൽ അനുകൂല തരംഗം ഉണ്ടോ? എൻ്റെ ഒരു ഇതിൽ തന്നെ BJP വരണം എന്നാണ്. പിന്നെ അതിനാണ് സാധ്യത. ത്രികോണ മത്സരമായിട്ടാണ് തോന്നുന്നത്. അതെ അല്ലേ? അതായത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്.
ഓരോ ദിവസവും ട്രെൻഡും മാറി 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 വരണ മാതിരി തോന്നുന്നു. BJP കുറെ സ്വാധീനം ഘടകമായി. കുറെ സ്വാധീനമുണ്ട്. എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഇപ്പൊ ഇന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാട് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് BJP ചെറിയ ചാൻസുകളുണ്ട്, കൂടുതൽ ചാൻസുകളുണ്ട്. കോൺഗ്രസിന്റെ നിലവിലുള്ള ഇവിടത്തെ എങ്ങനെയാണ്? കോൺഗ്രസ് പറഞ്ഞാൽ ആദ്യമേ തന്നെ കോൺഗ്രസ് എല്ലാം താഴോട്ട് പോയി, മൊത്തത്തിൽ താഴോട്ട് പോയി. പിന്നെ മാർക്സിസ്റ്റിന്റെ ഇപ്പോഴത്തെ ഭരണം അറിയാലോ എല്ലാവർക്കും. അപ്പോൾ ചാൻസ് BJPക്കാണ്. ജനം മാറി ചിന്തിക്കുന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ചിന്തിക്കണം. സാഹചര്യം തോമസ് ഉണ്ണിയാടനാണ്. UDF-ന്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് സ്ട്രോങ് ആയി നിൽക്കുന്ന പ്രവർത്തനത്തിലൊക്കെ അദ്ദേഹമാണ്, കുഴപ്പമൊന്നുമില്ല. ഉണ്ണിയാടനൊന്നും കുഴപ്പമുണ്ടാവില്ല. UDF-ന്റെ നല്ല നല്ല മനുഷ്യനാണ്. സാധ്യതയുണ്ടോ? സാധ്യതയുള്ള ആളാണ്. ഈ LDF-ഉം BJP ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. BJP ഒക്കെ രംഗത്തുണ്ട്. പക്ഷെ ഉണ്ണിയാടൻ നല്ലൊരു മനുഷ്യനാണ്. കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവസാന കാലത്ത് ഇല്ലാണ്ടായി. അത് വോട്ടായിട്ട് മാറുമെന്നാണ് പറഞ്ഞത്. വോട്ടായിട്ട് മാറും. എന്തായാലും ഭരണം മാറി പറ്റുന്നേ. ആൾക്കാർക്കൊരു ചേഞ്ച് എപ്പോഴും നല്ലല്ലേ. ഞങ്ങളുടെ അവസ്ഥ പറയാൻ പറ്റില്ല. ഉണ്ണിയാടൻ ജയിക്കണമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഉണ്ണിയാടൻ ജയിക്കുന്നതാണ്. അതിനുള്ള സാധ്യത ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ്? ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ്സുകാർ തന്നെയാണ് കുഴപ്പമുണ്ടാക്കിയത്. അല്ലെങ്കിൽ ബിന്ദു ടീച്ചർ ജയിക്കില്ല CPM-ന്. അതാ ഈ പ്രാവശ്യം കോൺഗ്രസ്സുകാർ വലിയ കുഴപ്പമുണ്ടാക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇത് പറയാൻ പറ്റില്ല. മുഴുവൻ 10 വരെയൊക്കെ ആയിരിക്കും. അതായത് രണ്ട് മുന്നണികളൊക്കെ ഒപ്പത്തിനൊപ്പാന്നാണോ പറയണത്? ഏതാണ്ട് BJP ആണോ കോൺഗ്രസ് ആണോ എന്ന് പറയാൻ പറ്റില്ല. LDF-ന്റെ കാര്യം എനിക്കറിയാൻ പറ്റില്ല. മുഴുവൻ നല്ല സ്ട്രോങ് ആണ്. ഏതെങ്കിലും ജയിക്കട്ടെ. നമുക്കിപ്പോൾ എന്ത് ജയിച്ചാൽ ആരായാലും ഒരു പാർട്ടി വരണം, നന്നായിരിക്കണം, അതല്ലേ വേണ്ടു. LDF മുന്നോട്ട് നിൽക്കണം. വളരെ ഭൂരിപക്ഷത്തിൽ നല്ല കഴിഞ്ഞ പ്രാവശ്യത്തിലും കൂടുതൽ ഭൂരിപക്ഷം. 3 പേരെയും നമുക്ക് മാറ്റി വെക്കാൻ പറ്റിയല്ല. 3 പേര് ഒരുപോലെയാണ്. നല്ല സ്ട്രോങ് ആണോ? ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഒരു തെറ്റ് പറയാൻ പറ്റിയ ഒരു വാശിയേറിയ പോരാട്ടമാണോ? അതെ അതെ. സാധ്യത 3 പേരും ഒരുപോലെയാണ്. ആര് ജയിച്ചാലും നമുക്ക് പ്രയോജനപ്പെടും. ഒരാൾ ജയിച്ചാൽ ഒരാൾ ചെയ്യല, ഒരാൾ ചെയ്താൽ ചെയ്യും, അങ്ങനെയില്ല. എല്ലാവരും 3 പേരും ഒരുപോലെയാണ്. ബിന്ദു ടീച്ചർ അല്ലെങ്കിൽ തോമസ് ഉണ്ണിയാടൻ, ആ രണ്ട് മുന്നണികളാണ് ഇവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം അല്ലേ? ഉണ്ണിയാടനാണ് ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നത്. UDF ഒരു അനുകൂല ഘടകം എന്താ? ഇവിടെ ഇപ്പം UDF-നാണ് അനുകൂല ഘടകം ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ ഉണ്ണിയാടൻ ഒരു 15 കൊല്ലം MLA ആയിരുന്നു. പുള്ളി തവണ നിൽക്കുന്നുണ്ട്. ജയിക്കാൻ ഒരു 95% സാധ്യത കൂടുതലാണ്. സംസാരത്തിൽ വന്നത് ഇപ്പോ ഉണ്ണിയാടനാണ് വന്നത്. പിന്നെ ടീച്ചർ ജയിക്കുന്നു പറയുന്നു എല്ലാവരും. ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഒരു പാർട്ടിക്കും പോകാറില്ല. ഞാൻ ലൈറ്റ് സൗണ്ട് പരിപാടികൾ കൊണ്ടു നടക്കുന്ന ആളാണ്. എനിക്ക് എല്ലാ രാഷ്ട്രീയക്കാരും ഒരേമാതിരി, എല്ലാവരോടും. ഈ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല 3 മുന്നണികൾ നല്ല ഒപ്പത്തിനൊപ്പം ഒരു മത്സരം നടത്തുന്നുണ്ട്. ഒപ്പത്തിനൊപ്പം നല്ല ഫൈറ്റാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇത്തവണ LDF-ന് വിജയ സാധ്യത കുറവാണ്. കാരണം മൊത്തത്തിൽ സംസ്ഥാനത്തിൻ്റെ ലെവൽ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര പാളിച്ചകൾ ഇപ്പോഴത്തെ സർക്കാരിനുണ്ടായിട്ടുണ്ട്. പല പല കാര്യങ്ങളിലും നോക്കിയാൽ അറിയാവുന്നതാണ്. പിന്നെ ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ NDA വരണം ആഗ്രഹിക്കുന്ന ആളാണ്. കാരണം ഒരു മാറ്റം വരണം. മാറി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു ചേഞ്ച് വേണമെന്ന് പറയുന്നത്. പക്ഷേ ഇവിടത്തൊക്കെ നോക്കിയിട്ട് ബലാബലായിട്ടാണ് കാണുന്നത്. രണ്ടുപേർക്കും ഒരേ ചാൻസ്. LDF-ഉം UDF-ഉം ഒരേ ചാൻസ്. ഇരിങ്ങാലക്കുട നല്ല ചൂട് പിടിക്കുന്ന പ്രചരണ രംഗത്തിൽ ആരാണ് മുന്നിലേക്ക് എത്തുക എന്നത് പ്രവചനാതീതമാണ്. വോട്ടർമാരുടെ മനസ്സിലുള്ളത് കുറച്ചെല്ലാം അവർ തുറന്നു പറയുന്നു എന്ന് മാത്രം. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, 3 മുന്നണികളും നല്ല ഒപ്പത്തിനൊപ്പമുള്ള പ്രചരണ രംഗത്തിലും ഒപ്പം തന്നെ വോട്ടിൻ്റെ ആ ദിവസത്തോടടുക്കുമ്പോൾ പോലും നമുക്ക് ആരാണ് മുന്നിലേക്ക് എത്തുക എന്ന് പോലും അധിഷ്ഠിതമായി പറയാൻ പറ്റുന്നൊരു അവസ്ഥയാണ്. കാരണം അത്രയേറെ 3 മുന്നണികളും നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇരിങ്ങാലക്കുടയിൽ മുന്നോട്ട് പോകുന്നത്. ജനശബ്ദം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ തൃശൂർ. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നിക്ഷേപങ്ങൾക്ക് കരുതലായി കൂടെയുണ്ട് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ്. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ് തൃശൂർ, തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജുവലറി,
പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും ജോൺസ് ഹോണ്ട, തൃശൂർ, ആലപ്പുഴ. കൽപ്പക വെഡ്ഡിംഗ്, കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം ഏറ്റവും കുറഞ്ഞ വിലകളിൽ.